ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വോയിസ് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, അവിടെ നല്ല കുത്തൊലിച്ച് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേലെ കാണുന്നതാണ് സിംഗിൾ റൂട്ട് ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയതായിരുന്നു ലാസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിലേക്ക് പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാം. നമ്മളപ്പോൾ ഇതാ ഡബിൾ ഡെക്കറിലേക്കുള്ള വഴിയിലെത്തി. നടന്നോ നമ്മൾ ഡബിൾ ഡെക്കറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെയുണ്ട്, ക്ഷീണമുണ്ടോ നടന്നിട്ട്? എനിക്കൊരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ കാട്ടിക്കൂടി വരുന്നേരാണ് പ്രശ്നം വരിക, കേട്ടാണ് പ്രശ്നം വരിക. ഇറക്കം സിമ്പിളായിട്ട് ഇറങ്ങാമല്ലോ. ഇതാ നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാടാണ്, ചീവീടിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ചീവീട് മാത്രമേ ഉള്ളൂ തോന്നുന്നു, വേറൊരു സാധനത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല. നമ്മളപ്പോൾ ഡബിൾ ഡെക്കറിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഇവിടെ ഒരു പാലം പോലെ ഉണ്ട്. ഈ പാലം ക്രോസ് ചെയ്തിട്ട് വേണം പോകാനും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക് ഇത് തന്നെയാണോ എന്ന്. വലിയൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, നീളത്തിൽ. അപ്പോൾ നമ്മളിതാ ഈ പാലം ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഭയങ്കര ടാസ്ക്കുള്ള പാലം കേട്ടോ. ഫുള്ള് മറ്റേ ഇതിനെ കൊണ്ടുണ്ടാക്കിയതാണ്, നമ്മളെ കമ്പീനെ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ഷെയ്ക്കുണ്ട് കേട്ടോ. എന്തെങ്കിലും കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ മുമ്പെന്ന് അവരെ കൂടെ തന്നെ പോകാണ്ടോ. കമ്പിയൊക്കെ വെച്ചാൽ കെട്ടിയത്, നമ്മളെ വണ്ടിയൊക്കെ കെട്ടിക്കൊണ്ട് പോയ പോലെ. അതായത് താഴെയൊക്കെ ആൾക്കാർ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അവിടെ തോർത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കുളിക്കാൻ പറ്റുമോ നോക്കണം. ഫുള്ള് ആൾക്കാരിങ്ങനെ നടന്നു പോകാട്ടോ. നമ്മളിപ്പോൾ അങ്ങെത്താറായി. അതിൻ്റെ മുമ്പ് ഇതാ താഴേക്ക് നോക്കിയാൽ നല്ല ക്ലിയർ വെള്ളം കേട്ടോ. കുളിക്കാൻ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമാണ് താഴെയുള്ളത്. അങ്ങ് ഒഴുകി വരുന്നതാണ്. നമ്മൾ നേരത്തെ വന്ന സ്ഥലത്ത് തന്നെ ഒഴുകി വരുന്നത് കേട്ടോ. ഫുള്ള് സെറ്റ്. അപ്പോൾ ഇത് ആൾക്കാരൊക്കെ നടന്ന് വരുന്നുണ്ട് ഇവിടുന്ന്. നമ്മൾ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഡബിൾ ഡെക്കറിലേക്കുള്ള വഴിയാണിത്. വരുന്ന വഴിക്ക് കുളിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് കുളിക്കണമെന്ന് എൻ്റെ നിക്ക് റെഡിയിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുളിക്കണം. ആൾക്കാരൊക്കെ മുകളിലോട്ടേക്ക് കയറി പോവാം കേട്ടോ. അപ്പോൾ നമുക്കും ലേക്കുന്ന ഇവരോട് തന്നെ കയറി പോവാം. വലിയ സ്റ്റെപ്സാണ് മേലോട്ടേക്ക്. ആൾക്കാരൊക്കെ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല അതിമനോഹരമായ പച്ചപ്പിലൂടെ നടന്നു പോവാണ്. ഇച്ചിരി ക്ഷീണമൊക്കെ വന്നിട്ടുണ്ട്, കാരണം കയറ്റം ടാസ്ക്കായിട്ടുള്ള കയറ്റാണ്. നമ്മളെ കാട്ടിക്കൂടി തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴ്ത വെള്ളം ഒഴുകി പോകുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ അടിച്ച് കുത്തി ഒഴുകുന്നുണ്ട്. നമ്മളങ്ങ് ദൂരെ ഒരു വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളമായിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. വെള്ള നിറത്തിൽ പത പോലെ കണ്ടോ, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. സ്കാഡ് ഗ്രോ. ഇവിടെ വലിയൊരു പാറയിലാണ് ഇങ്ങനെ കുത്തി വലിക്കുന്നുണ്ട് വെള്ളം. അപ്പോൾ നമുക്ക് മുന്നോട്ട് ചെന്ന് നോക്കി നോക്കാം. ഈ പാത തന്നെയാണ് കേട്ടോ, മൊത്തം ഇതേപോലെ തന്നെ പാതയാണ് മൊത്തം കാട്ടിക്കൂടിയുള്ള. അപ്പോൾ കുറേ ആൾക്കാർ മുമ്പിൽ പോയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. നമ്മളിതാ കുപ്പി വെള്ളവും പിന്നെ നമ്മൾ ജാക്കറ്റൊക്കെ ഊരി വെച്ച് നല്ല ചൂടാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. നമ്മളിതപ്പോൾ വലിയൊരു ബ്രിഡ്ജിൽ കൂടിയുള്ള യാത്രയാണ്. ഇത് കുറച്ചും കൂടിയും എന്താ പറയുക, ബിൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള റൂട്ടാണ്. ഇളകുന്നുണ്ട്, ഷെയ്ക്കാവുന്നുണ്ട്. ഇത് സെയിം താഴെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി തന്നെയുള്ള ബ്രിഡ്ജാണ് കേട്ടോ. നേരെ നടന്ന് പോകണം. നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്, അടിപൊളി സ്ഥലം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ട സ്ഥലമാണ്. നല്ല ക്ലിയർ വെള്ളമൊക്കെ താഴെ കൂടി ഇങ്ങനെ കുത്തി ഒലിക്കുന്നുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. താഴെ വെള്ളവും അടിപൊളി വ്യൂ ആണ് കേട്ടോ. കണ്ണിന് എന്താ പറയുക, സന്തോഷം നൽകുന്നൊരു വ്യൂ ഇല്ലേ, അതാണ്. ഇതൊന്നാട്ടോ വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുന്നത്. നല്ല രസമില്ലേ കാണാൻ. താഴെ പോകാൻ പറ്റും, അതിലെ കൂടെ തന്നെ ഇറങ്ങി താഴെ പോകാൻ പറ്റും. നമുക്ക് നോക്കാം. അടിപൊളി വെള്ളച്ചാട്ടം. നമ്മളിപ്പോൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഇതാട്ടോ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. ഒന്ന് താഴെയിലും ഒന്ന് മുകളിലായിട്ടാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്.
അതുപോലെ തന്നെ താഴെ ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സിംഗിൾ ഡെക്കറിൻ്റെ അത്ര ഒരു ഉഷാറില്ല കേട്ടോ ഡബിൾ ഡെക്കറിന്. എനിക്ക് കണ്ടിട്ട് വലുതായിട്ടൊന്നും തോന്നിയില്ല. ഡബിൾ ഡെക്കർ സിംഗിളാണ് സെറ്റ്. സിംഗിൾ നല്ല ലെങ്ത്തും ഉണ്ട്, ഒരു അഡ്വഞ്ചർ ആയിരുന്നു. ഡബിൾ ഡെക്കർ ഒരു ഇതില്ല, സെറ്റായിട്ടില്ല. താഴെയിലൊരു സാധനമുണ്ട്, മുകളിലുണ്ട്. സിംഗിളാണെങ്കിൽ കുറേ ദൂരം ഉണ്ടായിരുന്നു, ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു. ഇത് മൊത്തം ആൾക്കാരും കടകളൊക്കെയുള്ള സ്ഥലമാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ താഴത്തെ ആ ബ്രിഡ്ജ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് മുകളിലത്തതാണ്. അപ്പോൾ താഴത്തെ കൂടി നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി വ്യൂ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ സ്റ്റെപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള്ളായിട്ട്. അതിൻ്റെ പലക കൊണ്ടൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒരു കുളം കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി രസമുണ്ട് കാണാനൊക്കെ. ഇനി നമ്മൾ റെയിൻബോ ഫാൾസിലേക്കാട്ടോ പോകുന്നത്. റെയിൻബോ ഒന്നും ഇല്ല, പക്ഷേ അവിടെ റെയിൻബോ ഫാൾസ് എന്നാണ് പേര്. റെയിൻബോ ഇങ്ങനെ ഉണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണ് അതിന് ആ പേര് വന്നതെന്ന് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന്. നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്, ഡബിൾ ഡെക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ഇതാട്ടോ. ഈ 2 പാലം മോളും താഴെയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് താഴെ കാണാൻ. അതുപോലെ തന്നെ ആ വെള്ളം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ താഴെ കാണിച്ചു തന്നെ ആ വെള്ളമാണ് ഇത് ഒഴിച്ചൊഴിച്ച് പോകുന്നത്. ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 3 പേരുണ്ട് മുമ്പിൽ. എൻ്റെ കാല് ഒരു ഭാഗത്ത് ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോകാൻ ഉദ്ദേശിച്ച സ്ഥിതിക്ക് നമ്മളെന്തായാലും പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതല്ലേ, രാത്രിയായാലും നമുക്ക് തിരിച്ച് ബൈക്കിൻ്റെ അടുത്ത് എത്തിയാൽ മതി. ഇവിടെ ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ചെറിയ ചക്കയാണ്. ഇവിടെ അങ്ങനെ കുറേ ചക്കേൻ്റെ പ്ലാന്റും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ആദ്യം കണ്ട അതിൻ്റെ പേരെന്തായിരുന്നു, അടക്കയില്ലേ, കവുങ്ങ് കുറേ ഉണ്ട്. ഇതാ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ബൈക്കിൽ തന്നെ അങ്ങ് നടന്ന് നീങ്ങാം. ഇതൊരു ഫാൾസാട്ടോ. ഈ ഫാൾസിൽ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, വെള്ളമൊക്കെ കുറവാണ്. മഴ പെയ്താൽ ഇവിടെ നല്ലോണം കുത്തി ഒഴുകും. മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല വെള്ളമായിരിക്കും കേട്ടോ. ഇതേപോലത്തെ സ്റ്റെപ്പ് കയറി പിന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളിപ്പോൾ ഇതാ ഒരു പാറ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ സൈഡിലായിട്ട്. മഴ പെയ്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഇതാ പിന്നെ സ്റ്റെപ്സ് തന്നെ കയറി നിങ്ങൾ സ്റ്റെപ്സ് കണ്ട് മടുത്തിട്ടുണ്ടാവുന്ന ഒന്ന്, അത്രയും സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ കയറാൻ. അപ്പോൾ നമുക്കിതാ അടുത്തൊരു ബ്രിഡ്ജ് കൂടി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെയുള്ള സെയിം ആസ് യൂഷ്വൽ. ഇപ്പോൾ നമ്മളിങ്ങനത്തെ കുറച്ച് നേരെ നടക്കാൻ തുടങ്ങിയിട്ട് 3 ബ്രിഡ്ജൊക്കെ ആയി. ഇവിടെയും മറ്റേ ക്ലിയർ വാട്ടറൊക്കെ ഉണ്ട് കേട്ടോ. കുളിക്കാൻ പറ്റാത്തൊരു വലിയൊരു മിസ്സാണ്. നമ്മൾ മഴയായതുകൊണ്ടും അങ്ങനത്തെ ഒരു സീനൊക്കെ എക്സ്പെക്ട് ചെയ്താൽ വന്നത്. നോക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ തന്നെ വെയിലായി. താഴെയൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാട്ടോ നോക്കിക്കേ, ഞാൻ അവിടെ നിന്ന് കണ്ട പോലെ അല്ലേ, ഇവിടെ പാറയെ കൂടിയും കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നല്ല ക്ലിയർ വാട്ടർ ആട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ക്ലിയറാണ്, നല്ല നീല കളറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് കൂടി തന്നെ നേരെ പോവാം. അടുത്തൊരു റൂട്ട് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും ചെന്ന് നോക്കാം. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ ഇവിടെ. തണുത്ത കാറ്റിങ്ങനെ മേത്തിങ്ങനെ അടിച്ചിടിച്ച് പോകുന്നുണ്ട്. അടുത്ത റൂട്ട് ബ്രിഡ്ജ് ആട്ടോ ഇത്. ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇതൊരു ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെറ്റ് ആട്ടോ ബ്രിഡ്ജ്. അപ്പോൾ നമ്മളിതാ അടുത്ത റൂട്ട് ബ്രിഡ്ജ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ലിവിങ് റൂട്ട് ബ്രിഡ്ജ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൂടി തന്നെയുള്ള യാത്രയാണ്. വീണ്ടും നമ്മളിതാ ചിറാപ്പുഞ്ചിയിലെ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിനൊരു അന്ത്യം ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇതിനൊരു അന്ത്യം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ തന്നെയായിരിക്കും അങ്ങ് വരെ. ഇവിടെ ഇതിൻ്റെ അകത്ത് കമ്പിയൊക്കെ കുടുക്കി വെച്ചിട്ടുണ്ട്, മറ്റേതുപോലെയല്ല. അതുപോലെ തന്നെ ഇതാ ഇവിടെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ നടന്നൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരുണ്ട് കേട്ടോ, നമ്മൾ മാത്രമല്ല കുറച്ച് പേരും ഉണ്ട് ഇങ്ങോട്ടേക്ക് നടക്കാൻ. അപ്പോൾ നമുക്കിങ്ങനെ നടക്കാം. ഇത് പിടിക്കുന്നതിന് നോക്കണം. ഇവിടെ ഇങ്ങനെ ഈ സാധനമൊക്കെ ഇങ്ങനെ കുത്തി പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിനുള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കി നടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇവിടെ മുളയാട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയേക്കാം. ഇതൊക്കെ മരത്തിൻ്റെ തന്നെ കേട്ടോ. ഇങ്ങോട്ടേക്ക് പോകാനുള്ള വഴി മൊത്തം ഇതാ മരത്തിൻ്റെതാണ്. മരത്തിൻ്റെ വള്ളികൾ വന്നിട്ടുണ്ടായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിലേ കൂടി തന്നെയാണ് നടന്ന് നമുക്ക് പോകേണ്ടത്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, കുത്തനെ നടക്കാനുണ്ട്. ഇതാണ് റൂട്ട് വരുന്നത്. ഇവിടെയൊക്കെ മരത്തിൻ്റെ വള്ളികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ഫുള്ള് മരത്തിൻ്റെ വള്ളികളാണ് കേട്ടോ. മരത്തിൻ്റെ വള്ളികൾ കൊണ്ട് കളിയും ചിരിയാണ് ഇവിടെ. ഇവിടെ ഒരു ഫാൾസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മലേൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്ന വെള്ളം തന്നെ. എല്ലാം ഇതേപോലെ തന്നെ കേട്ടോ. നല്ല ക്ലീൻ നീറ്റായിട്ടുള്ള വെള്ളവും കാര്യങ്ങളും.
നമ്മൾ വന്ന വഴിയാണിത്. ഇനി നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ മുകളിൽ കൂടി കേട്ടോ. കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. നമ്മളപ്പോൾ വന്ന വഴിക്ക് നേരത്തെ കണ്ട വാട്ടർഫാൾസാണിത്. സൈഡ് വ്യൂ ആണിത്. നല്ല നീല കളറിൽ ഇങ്ങനെ തിളങ്ങിക്കുന്നുണ്ടോ, നല്ല രസമില്ല കാണാൻ. പക്ഷേ ഇവിടെ സ്വിമ്മിങ്ങും അതുപോലെ തന്നെ ക്യാമ്പിംഗ് ഒന്നും അലൗഡ് അല്ല. ഇതുവരെ വില്ലേജ് ഏറ്റെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിറാപുഞ്ചി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഗൈസ്, കോൺക്രീറ്റ് സ്റ്റെപ്പ് മാറിയിട്ടിപ്പോൾ കല്ലിനെ കൊണ്ടുള്ള സ്റ്റെപ്സ് ആയിട്ടുണ്ട്. ഇന്ന് നോക്കിക്കേ, അയ്യോ കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ടേ ഒന്നും കാണില്ല. നല്ല റൂട്ടാട്ടോ, കാണാനൊക്കെ ഉണ്ട്, പക്ഷെ നടത്താണ്. ഇനി ഇതേപോലെ തിരിച്ചും പോകാണ്ട് നമുക്ക്. വന്ന എത്രയാണോ അത്രയും നമുക്ക് തിരിച്ചും പോകാനുണ്ട്. വെയിലുണ്ട് കേട്ടോ, അതുപോലെ തന്നെ തണുപ്പ് ഇച്ചിരി ഉണ്ട് ഇതിൻ്റെ കൂടി പോകുന്നേരം. അങ്ങനെ ഫൈനലി നമ്മളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറായി. ഇങ്ങനത്തെ താഴെയുള്ള ഇറക്കായി കേട്ടോ. ഫുള്ള് പാറ കൊണ്ടുള്ള സ്റ്റെപ്സ് പോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇവർ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടിയാണ് നടന്ന് പോകുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ ചെറിയൊരു വെള്ളം കാണാൻ പറ്റുന്നുണ്ടാവും. അതാട്ടോ വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം. അങ്ങനെ നമ്മളിതാ വെള്ളച്ചാട്ടം കണ്ടു. അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അതുപോലെ തന്നെ വേറെ ലെഫ്റ്റ് സൈഡിലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അത് ഞാൻ വരുന്നതൊക്കെ കണ്ടായിരുന്നു. ഇപ്പം കാണാൻ പറ്റുന്നതെന്നറിയില്ല, അത് നോക്കി നോക്കാം. ഇതാ ഇവിടെയും വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്. മഴയുള്ളത് കൊണ്ട് തന്നെ ഇപ്പം വെള്ളച്ചാട്ടമൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ. നമുക്ക് താഴോട്ട് ഇറങ്ങി ചെന്ന് നോക്കാം കേട്ടോ. നമുക്ക് നല്ലൊരു കിടുക്കാച്ചി വ്യൂ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. നല്ല അടിപൊളി വലിയൊരു വെള്ളച്ചാട്ടം, റെയിൻബോ വാട്ടർഫാൾസ്. നല്ല അടിപൊളി ബ്ലൂ കളറിലുള്ള വെള്ളം കേട്ടോ. ഇവിടെയും വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ എത്തി. എത്രയോ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ച് പോകണം. ഇവിടെ കുറച്ച് നേരം നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവാം. എനിക്ക് വെള്ളം തരുന്ന റൂട്ടൊക്കെ താഴെ ഇങ്ങനെ കുത്തി വലിച്ച് അടിച്ചു ഒഴുകുകയാണ്. നമുക്കപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ടേക്ക് നടക്കാം കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള വെള്ളമൊക്കെ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതിൽ കുളിക്കാനൊന്നും പാടില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമ്പിംഗ് ഒന്നും പറ്റൂല കേട്ടോ. ഇവിടുത്തെ വില്ലേജ് അലൗഡ് അല്ല ക്യാമ്പിംഗ് ഒന്നും. നമ്മൾ പിന്നെ ഇതിനകത്ത് റിസ്ക് എടുത്താട്ടോ നിന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും താഴോട്ടേക്ക് ചെന്ന് നോക്കാം. ഇതാട്ടോ റൂട്ട്. ഈ റൂട്ടിൽ കൂടി വേണം നമുക്ക് താഴോട്ടേക്ക് പോകാൻ. വെള്ളച്ചാട്ടത്തിൽ മറ്റേ സ്പ്രേ അടിക്കുന്ന പോലെ വെള്ളം ഇങ്ങനെ മേത്തേക്ക് തെറിച്ച് വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്പ്രേ അടിക്കുന്നത് തെറിക്കുന്നുണ്ട്. അതായത് മഴ ചാറൂല്ലേ, അതുപോലെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗ്രാൻഡ് വ്യൂ ആണ് ഇവിടെ. അടിപൊളി കിണ്ണം കാഴ്ച വ്യൂ. കുറേ പേരുണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നത്. വെള്ളത്തിൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഇത്രയും ദൂരം നടന്നു വന്നില്ലേ, അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ എല്ലാവരും. നമ്മളങ്ങനെ അടുത്ത് വന്ന് ഇതാട്ടോ ഇതിൻ്റെ വ്യൂ. ഇവിടെ അവിടെ നിന്ന് മറ്റേ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെയാണ് താഴോട്ടേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പൊക്കോണ്ടിരിക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ സ്പ്രെഡായി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ചാറ്റൽ മഴ അടിക്കുന്ന പോലെ നല്ല രസമുണ്ട്. ഇത്രയും നേരം തണുപ്പ് ചൂടെടുത്തിട്ട് വന്നതുകൊണ്ട് ഈ ഒരു തണുപ്പ് കിട്ടുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജും കഴിഞ്ഞ് റെയിൻബോ വാട്ടർഫാൾസും കണ്ടിരിക്കുകയാണ്. ഇതാ നോക്കിയേ, നല്ല അടിപൊളി കിടിലം വ്യൂ അല്ലേ. സെറ്റ് വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല, പറയാനൊന്നും വാക്കുകളില്ല. അപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് അതിൻ്റെ മഴ ചാറ്റിൽ പോലത്തെ ചാറിലെല്ലാം കൊണ്ട് സെറ്റായിരിക്കുകയാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ചിറാപുഞ്ചി നമ്മളിപ്പോൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് ഈ ഏരിയയിലെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത മേഘാലയം കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.